ഷാലോം ടി വി പ്രേക്ഷകർക്കും ജീസസ് ദ സിഇഒയിലേക്ക് സ്വാഗതം. ദൈവവചനം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അറിയുന്ന, തൊഴിൽ ഉടമകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന, ചുരുക്കത്തിൽ പണിയെടുക്കുന്നവൻ്റെയും പണം മുടക്കുന്നവൻ്റെയും ഹൃദയസ്പന്ദനം അറിയുന്ന ഇന്നത്തെ നമ്മുടെ അതിഥി അസിസ്റ്റൻറ്റ് ലേബർ കമ്മീഷണർ ഡോക്ടർ യൂജിൻ ഗോമസ്. സാർ, ജീസസ് ദ സിഇഒയിലേക്ക് സ്വാഗതം. അസിസ്റ്റൻറ്റ് ലേബർ കമ്മീഷണർ എന്ന ഉയർന്ന പദവിയിലിരിക്കുന്ന സാറിൻ്റെ ഈ പദവിയിലേക്കുള്ള വളർച്ച ഒന്ന് വിവരിക്കാമോ? എൻ്റെ കോളേജ് ജീവിതകാലത്തും അത് ഡിഗ്രി മുതൽ ഞാൻ തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലാണ് പഠിച്ചത്. മഹാത്മാഗാന്ധി കോളേജിലെ ഡിഗ്രിക്ക് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ സോഷ്യോളജിയിൽ യൂണിവേഴ്സിറ്റി കാര്യവട്ടം ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തു. അവിടെ തന്നെ എൻ്റെ ഡോക്ടറേറ്റും ചെയ്തു. ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി. ഏതാണ്ട് 5 മാസക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് UPSC വഴി എനിക്ക് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായിട്ട്, ലേബർ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ, കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൽ ജോലി ലഭിക്കുന്നത്. അങ്ങനെ അവിടെ കുറേ കാലം ജോലി ചെയ്തതിന് ശേഷം പ്രൊമോഷനിലൂടെ അസിസ്റ്റൻറ്റ് ലേബർ കമ്മീഷണർ എന്നുള്ള ഇന്നത്തെ ഈ തസ്തികയിൽ എത്തി നിൽക്കുന്നു. സാറിൻ്റെ സമകാലീനരായി PhD ചെയ്ത ഒട്ടുമിക്ക ആൾക്കാരും അധ്യാപകരായിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. സാറപ്പം വ്യത്യസ്തമായ ഈ ഫീൽഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അധ്യാപന ജോലിയിലേക്ക് പോകണമെന്ന്? അധ്യാപന ജോലി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ജോലിയാണ്. അത് അധ്യാപന ജോലി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു, പഠിക്കുന്ന കാലത്തും റിസർച്ച് ചെയ്യുന്ന കാലത്തും. പക്ഷേ ദൈവം എന്നെ മറ്റൊരു വഴിയിലൂടെയാണ് നയിച്ചത്. ഇന്ന് തിരിച്ച് നോക്കുമ്പോൾ എനിക്ക് തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട് ഈ ഫീൽഡിലേക്ക് വന്നതിൽ. അധ്യാപനം മഹത്തായ ഒരു ജോലിയാണ്. ഒരുപാട് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ കഴിയും. പക്ഷേ ഈ ദുഃഖിതരും പാവപ്പെട്ടവരുമായ അനേകം തൊഴിലാളികൾക്ക് ആശ്വാസം പകരാനും അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനും, അതുപോലെ തൊഴിൽദാതാക്കൾ വളരെ പൈസയൊക്കെ മുടക്കി തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് അവർക്കും അവരുടേതായിട്ടുള്ള നീതി, നിയമാനുശാസിക്കുന്ന തരത്തിലുള്ള നീതി നടപ്പിലാക്കി കൊടുക്കാനും കഴിയുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, അതായത് വ്യാവസായിക വളർച്ചയ്ക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിന് ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു. സാർ ഇപ്പോൾ പറഞ്ഞു, ഒത്തിരി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, തൊഴിലുടമകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തിയെന്ന്. ദൈവവചനത്തിൽ പറയുന്നത് പോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ സാറിൻ്റെ ജോലി സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു കർത്താവിൻ്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാനും അവരുടെ കണ്ണീരൊപ്പുവാനും സാധിച്ച എന്തെങ്കിലും എടുത്തു പറയത്തക്ക അനുഭവങ്ങളോ സംഭവങ്ങളോ ഉണ്ടോ? ജോലിയിൽ അങ്ങനെ അനേകം അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ വിവിധ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാടും കർണാടകയും കേരളത്തിലും ജോലി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അനേകം പ്രാവശ്യങ്ങൾ, അത് 1-2 എക്സാമ്പിളിൽ ഒരുക്കാൻ പറ്റുന്നതല്ല. ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളുമായി വളരെ ദുഃഖിച്ച് പ്രയാസപ്പെട്ട് എങ്ങനെ മുമ്പോട്ട് പോകും, എന്ത് ലഭിക്കും, അതായത് ലഭിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പോലും വ്യക്തതയില്ലാത്ത അനേകം തൊഴിലാളികൾ സമീപിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വളരെ ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടുകൂടി ദൈവനാമത്തിൽ ആശ്വാസം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തൊഴിൽദാതാക്കളും പല പ്രശ്നങ്ങളുമായിട്ട് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, ചില പ്രശ്നങ്ങളുണ്ട്, അതിൽ ഇടപെടണം, പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യമായി വരികയും അവരുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കി തൊഴിലാളികളുമായിട്ടോ അല്ലെങ്കിൽ യൂണിയൻ നേതാക്കന്മാരുമായിട്ടോ സംസാരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സാർ, ഇപ്പം തൊഴിലുടമകളുടെ കാര്യം പറഞ്ഞു. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ പൊതുജനത്തിൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തീരുമാനമുണ്ടാക്കുന്ന, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. പക്ഷേ തൊഴിലുടമകളുടെ പ്രശ്നങ്ങളും സാറ് കൈകാര്യം ചെയ്യുകയാണ്. സ്വാഭാവികമായും സമൂഹത്തിന് ഒരു തൊഴിലാളിക്ക് അനുകൂലമായ ഒരു തീരുമാനം ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാനായിരിക്കും താല്പര്യം.
അങ്ങനെ വരുമ്പോൾ തൊഴിലുടമയുടെ ഭാഗത്താണ് നീതിയെങ്കിൽ സാറ് അവർക്ക് അനുകൂലമായൊരു തീരുമാനമെടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, ചിലപ്പോൾ ആരോപണത്തിന് വിധേയനായേക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? എൻ്റെ ഈ 23 വർഷത്തെ ജീവിതകാലത്തിൽ അങ്ങനെ ഒരു ആരോപണത്തിന് വിധേയനാകുന്ന രീതിയിലുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അതൊരു ദൈവകൃപയായിരിക്കാം, ദൈവാനുഗ്രഹമായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് പ്രശ്നവുമായി വരുന്നവരുടെ പ്രശ്നം കേൾക്കാനും അവരുടെ പ്രശ്നം എന്താണെന്ന് പഠിച്ച് അവർക്കൊരു ഓഡിയൻസ് കൊടുത്ത്, അത് തൊഴിലാളി ആയിക്കോട്ടെ തൊഴിൽ ദാതാവായിക്കോട്ടെ, ആ പ്രശ്നം കേട്ട് പഠിച്ച് അതിൽ ശരിക്കും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാക്കി ഉണ്ടെങ്കിൽ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ അതിന് പരിഹാരം കാണാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിച്ച് നടപടിയെടുക്കാറുണ്ട്. അതിൽ വീഴ്ച വരുത്താറില്ല. സാറിപ്പോൾ പറഞ്ഞു വലിയ ആരോപണങ്ങളൊന്നും കേൾപ്പിച്ചിട്ടില്ല, അത് ദൈവകൃപയാണെന്ന്. സാറിൻ്റെ ഈ പ്രൊഫഷനിൽ സാറിൻ്റെ ദൈവവിശ്വാസം എന്തുമാത്രം സാറിനെ സഹായിക്കുന്നുണ്ട്? അത് ഒത്തിരി സഹായിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഞാനൊരു അടിയുറച്ച ദൈവവിശ്വാസിയാണ്. ആ ദൈവവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. അനേകം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കൺസീലിയേഷൻ മീറ്റിങ്ങുകൾ കഴിഞ്ഞാൽ പോലും തൊഴിൽ നേതാക്കളും തൊഴിൽ ദാതാക്കളും എന്നോട് പറയാറുണ്ട്, സാറ് ഇപ്പോഴും വളരെ ഫ്രഷായിരിക്കുന്നു, ഇനി അടുത്തൊരു കൺസലേഷൻ തുടങ്ങാൻ കരുത്തുള്ള ഒരാളെ പോലെ തോന്നിക്കുന്നു എന്നൊക്കെ. ഞാൻ അപ്പോഴേക്കും ശരിക്കും ക്ഷീണിച്ചായിരിക്കാം ഇരിക്കുന്നത്. എങ്കിലും ഇതിനെ കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തോടാണ് നന്ദി പറയുന്നത്, കർത്താവിനോടാണ് നന്ദി പറയുന്നത്. ഇങ്ങനെ ആളുകൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകാനുള്ള ഒരു കൃപ തന്നല്ലോ. അതുകൊണ്ട് അത് അവർക്കും ഒരു ഉത്തേജനം പകരുന്നതാണ്. ക്ഷീണിച്ച് അവശനായ ഒരു ഉദ്യോഗസ്ഥൻ ഇനി ഇത് മീറ്റിംഗ് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലിരിക്കുമ്പോൾ അത് തൊഴിൽ ദാതാക്കളെ സംബന്ധിച്ചിടത്തോളം, തൊഴിലാളി നേതാക്കളോ അല്ലെങ്കിൽ തൊഴിലാളികളോ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മധൈര്യം കൂടെ ചോർന്നു പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കാനുള്ള ഒരു കൃപ അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അനുഭവങ്ങൾ എന്നെ അങ്ങനെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞു സാറിനെ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ അതെൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവം ആണ് എന്നെ സഹായിച്ചതെന്ന് പറയുമെന്ന്. ശരിക്കും അങ്ങനെ ഒരു വ്യക്തി പറയണമെങ്കിൽ തീർച്ചയായും ഒരു നല്ല ആത്മീയതയുടെ അടിസ്ഥാനം ഉണ്ടായതുകൊണ്ട് മാത്രമായിരിക്കാം. സാറിന് എങ്ങനെയാണ് ഈ ദൈവവിശ്വാസത്തിൻ്റെ ട്രെയിനിങ്, സാറിൻ്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു കുടുംബത്തിൽ നിന്നും മറ്റ് ഇടവകയിൽ നിന്നുമൊക്കെ? അതെ, എൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് എൻ്റെ മമ്മി വളരെയധികം ആത്മീയതയുള്ള ഒരു സ്ത്രീയായിരുന്നു. എന്നെ ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ ഒത്തിരി പ്രയത്നിച്ചിട്ടുമുണ്ട്. കുട്ടിക്കാലത്ത് മറ്റു കുട്ടികളെ പോലെ ഞാനും പള്ളികളിലൊക്കെ പോകും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നുവെങ്കിലും അടിയുറച്ച ഒരു ദൈവവിശ്വാസം എനിക്കുണ്ടോ എന്ന് സത്യസന്ധമായി ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ. പിന്നെ എൻ്റെ ഡാഡിയും അതുപോലെ തന്നെയാണ്. എവിടെ പുറപ്പെടുന്നതിന് മുമ്പും ഒരു 10 മിനിറ്റ് പടത്തിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ പടത്തിന് മുമ്പിൽ നിന്ന് തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഡാഡി യാത്ര പുറപ്പെടാറില്ല. അത് ഞാനും ഇന്ന് അവലംബിക്കുന്നു. എൻ്റെ ദിവസം തുടങ്ങുന്നതും പ്രാർത്ഥനയോടുകൂടിയാണ്, ദിവസം അവസാനിക്കുന്നതും പ്രാർത്ഥനയോടുകൂടിയാണ്. അതിന് പുറമെ യാത്ര പുറപ്പെടുമ്പോൾ തീർച്ചയായും ഞാൻ ഒരു 2 മിനിറ്റ് നേരമെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പുറപ്പെടാറുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം എൻ്റെ കുടുംബ പശ്ചാത്തലം, എൻ്റെ മാതാപിതാക്കൾ വളരെയധികം പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. പിന്നെ വിവാഹത്തിന് ശേഷം എൻ്റെ വൈഫും വളരെ ഒരു നല്ല ദൈവവിശ്വാസിയാണ്. എന്നെ കൂടുതൽ ആത്മീയമായി വളരാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇപ്പോൾ ആ കടമ ചെയ്യുന്നു. എൻ്റെ മകളെയും, എനിക്ക് മകളെന്ന് മാത്രമല്ല ഒത്തിരി മക്കളുണ്ടെന്ന് വേണം പറയാൻ. സഹോദരിയുടെയും സഹോദരന്മാരുടെയൊക്കെ ആയിട്ട് ഒത്തിരി കുട്ടികളുണ്ട്. അവരെ എല്ലാവരെയും ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങൾ ആത്മീയമായി വളരണം. ഈ ലോകത്തിൽ സമാധാനമില്ലാത്ത പ്രശ്നങ്ങളുള്ള ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആത്മീയതയില്ലെങ്കിൽ തീർച്ചയായും ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കേണ്ടി വരും. കാര്യം ഒത്തിരി പ്രശ്നങ്ങളുമായി വരുന്ന അനേകം പേരുടെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കത് നേരിട്ടറിയാം. അതുകൊണ്ടാണ് അവരെ ഉപദേശിക്കുന്നത്. അതിനവർ ചെവി കൊടുക്കും, അതനുസരിച്ച് ജീവിക്കും. തീർച്ചയായും ആ ദൈവകൃപ അവർക്ക് ലഭിക്കും എന്ന് കരുതുന്നു. സാറിൻ്റെ പ്രൊഫഷനിലേക്ക് വരാം. ഒത്തിരി ജോലിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്, നന്നായിട്ട് പഠിച്ചു, കഴിവുള്ളവരാണ്, ജോലി കിട്ടാതെ വിഷമിക്കുന്നു. അവർ പലരും നിരാശരായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. അങ്ങനെയുള്ളവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? പലപ്പോഴും കണ്ടുവരുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്.
ഇന്ന ജോലിയെ ഞാൻ ചെയ്യൂ എന്നുള്ളൊരു നിലപാട് എടുക്കുന്നത് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള നിരാശയ്ക്കും പ്രശ്നങ്ങൾക്കും കാരണമാണ്. ഏത് ജോലി ചെയ്യാനും ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് ഇംഗ്ലീഷിൽ പറയും, അതുണ്ട്. ഏത് ജോലിക്കും മഹത്വമുണ്ട്. ഏത് ജോലി ചെയ്യാനുള്ള മനസ്സാന്നിധ്യം അത് ചെറുതിലെ വളർത്തിയെടുക്കണം. ഇന്ന ജോലിയെ ഞാൻ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് മാത്രമേ ആകുകയുള്ളൂ എന്നുള്ള മനോഭാവം ശരിയല്ല. ഞാൻ തന്നെ ശരിക്കും IAS കാരനോ അല്ലെങ്കിൽ ഒരു അക്കാഡമിഷ്യനോ ആകാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. പക്ഷേ അതൊരു റിസർവേഷനായി ഞാൻ സൂക്ഷിച്ചിരുന്നില്ല. അത് ദൈവം എന്നെപ്പറ്റി ഒരു പദ്ധതി ഒരുക്കിയിരുന്നു. ആ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസം അതും കൂടി വേണം. അപ്പോൾ നിരാശയോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ നമുക്കുണ്ടാവില്ല. ലഭിക്കുന്ന ജോലിയിൽ സംതൃപ്തരാകണം. അത് എത്ര ആത്മാർത്ഥമായി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. കിട്ടാതെ പോയ ജോലിയെക്കുറിച്ച് ദുഃഖിച്ച് തളർന്ന് ഇരിക്കാതെ ലഭിച്ച ജോലി എത്ര ആത്മാർത്ഥതയോട് ചെയ്ത് ദൈവത്തിനും സമൂഹത്തിനും നമ്മുടെ കുടുംബ അംഗങ്ങൾക്കും എത്ര പ്രീതികരമായി ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ജോലി കിട്ടാത്ത അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോഴത്തെ സമൂഹത്തിൽ പഠനം കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു, അവൻ ജീവിതത്തിൽ വിജയിച്ചു, ഇങ്ങനെ പലരും പറയാറുണ്ട്. സാറിൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയം എന്താണ്? ഒരു ജോലി കിട്ടുന്നതാണോ? അല്ലെങ്കിൽ സാറിൻ്റെ വീക്ഷണത്തിൽ ജീവിത വിജയം എന്ന് ചോദിച്ചാൽ അതിനൊരു ഒരു ആൻസർ എന്തായിരിക്കും സാർ പറയുന്നത്? ജീവിത വിജയം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട് എന്താണ് ജീവിത വിജയം എന്ന്. അത് നിത്യജീവൻ അവകാശമാക്കുക, അതാണ് ജീവിത വിജയം. പക്ഷേ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിത വിജയം ഉണ്ടായി എന്ന് പറയാൻ ഞാനാളല്ല. പദവികൾ വന്നു പോകും. പക്ഷേ ലഭിക്കുന്ന ജോലി ഏതായാലും ആത്മാർത്ഥമായി ചെയ്യുക. പിന്നെ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തം, അതൊരു പിതാവിൻ്റെയോ മകൻ്റെയോ സഹോദരൻ്റെയോ ഭർത്താവിൻ്റെയോ മറ്റേത് രീതിയിലുള്ളതായാലും സുഹൃത്തിൻ്റെയോ ഏത് രീതിയിലായാലും അത് വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും ചെയ്യുക. അങ്ങനെ ഒരു നല്ല വ്യക്തിയായി ജീവിക്കുക, ദൈവത്തിന് പ്രതികരമായി മനുഷ്യർക്ക് പ്രതികരമായി ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ജീവിത വിജയം ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു ജോലി കിട്ടിയത് കൊണ്ട് മാത്രം ആർക്കും ജീവിത വിജയം ഉണ്ടാകുന്നില്ല. സാറിപ്പോൾ പറഞ്ഞു ആത്മാർത്ഥമായി ജോലി ചെയ്യണമെന്ന്. ആത്മാർത്ഥമായി ജോലി ചെയ്താലും അസംതൃപ്തരായി ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സമൂഹം ഇന്ന് സാറിൻ്റെ മുമ്പിലുണ്ട്. അതെന്തായിരിക്കും അതിന് കാരണം? അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? അസംതൃപ്തരായിട്ടുള്ള ഒത്തിരി പേര് തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായി വരുന്ന ഒരു ഓഫീസാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ്. എൻ്റെ പദവിയും അങ്ങനത്തതാണ്. അങ്ങനെയുള്ളവർക്ക് പരിഹാരം നേടിക്കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഈ അസംതൃപ്തി എന്ന് പറയുന്നത് അതിന് പല തലങ്ങളുണ്ട്. നിയമപരമായി അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുമ്പോഴും അസംതൃപ്തി വരാം. ചെയ്യുന്ന ജോലി കഠിനമാണ്, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സമയത്തിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ള കാര്യം കൊണ്ടും അസംതൃപ്തി വരാം. ജോലി മുഴുവനായും ചെയ്യാൻ പറ്റില്ല, ഏൽപ്പിച്ചിരിക്കുന്ന സമയത്ത് അത്രയും ജോലി ചെയ്യാൻ വയ്യ, അത് അത്രയും കാഠിന്യമുണ്ട്, അതുകൊണ്ട് സമയം കുറച്ച് ചെയ്യണം എന്ന രീതിയിലും അസംതൃപ്തി വരാം. അപ്പോൾ അങ്ങനെ അസംതൃപ്തി എന്നുള്ള ഇത് വളരെ നീളുന്നു, അതിൻ്റെ ഒരു ലിസ്റ്റ് ഒത്തിരി ഉണ്ട്. പക്ഷേ എൻ്റെ മുമ്പിൽ അസംതൃപ്തരായി വരുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഒരു നീതി നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ആദ്യമായി പരിശോധിക്കേണ്ടത് നീതി നിഷേധം അവർക്ക് ഉണ്ടായിട്ടുണ്ടോ, നിയമത്തിൽ അനുശാസിക്കുന്ന രീതിയിൽ അവർക്ക് വേതനം കിട്ടുന്നുണ്ടോ, മറ്റാനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ മനോഭാവമാണ്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. നമ്മൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കണം, ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വലിയ കാര്യങ്ങളിൽ വിശ്വസ്തരാകാൻ പറ്റുകയുള്ളൂ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ നമുക്ക് ഏൽപ്പിച്ചു തരും. അതൊരു ബഹുമതിയാണ്. അതിനെ മറ്റൊരു രീതിയിൽ കാണാതെ ആത്മാർത്ഥമായി ജോലി എടുക്കാനുള്ള ആ ഒരു മനോഭാവം അത് വളർത്തിയെടുക്കേണ്ട, അത് എനിക്ക് തോന്നുന്നു സ്കൂൾ തലം മുതൽ തന്നെ തുടങ്ങേണ്ടതാണ്. കരിക്കുലത്തിൻ്റെ ഭാഗമാക്കണം. ഏൽപ്പിക്കപ്പെടുന്ന ജോലി കൃത്യമായും ആത്മാർത്ഥമായും സമയബന്ധിതമായും ചെയ്യണം, അതൊരു വേണമെന്ന്. അഫ്കോഴ്സ് ശാരീരികവും മാനസികമായ ചില പ്രശ്നങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരു മനുഷ്യനായിരിക്കുമ്പോൾ അതിന് സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായിട്ട് പിന്നെ ഫിസിക്കലായിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. എങ്കിലും അത്തരത്തിലുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കേണ്ടതാണ്.
നല്ല രീതിയിലാക്കേണ്ടതാണ്. പിന്നെ നിയമപരമായി അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല, അതിലുള്ള അസംതൃപ്തി ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അത് തീർച്ചയായും പരിഹരിച്ചു കൊടുക്കും. അതിന് അല്പം പോലും വീഴ്ച വരുത്താറില്ല. അത് ഞങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യും. സാറ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്, തൊഴിലുടമകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. എല്ലാവരെയും നന്നായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയായിരിക്കണം ഒരു മാതൃകാ തൊഴിലാളി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു മാതൃകാ തൊഴിലുടമ? തൊഴിലാളിയെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം. ഒരു തൊഴിലാളി, ആ വാക്കിൻ്റെ ഡിക്ഷണറി മീനിങ് പോലും ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണോ തൊഴിലാളികൾ പെരുമാറുന്നതെന്നുള്ളതും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഓരോരുത്തർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി കൃത്യമായും സമയബന്ധിതമായും, അത് എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. കാര്യം എപ്പോഴെങ്കിലും ചെയ്ത് കൊടുത്താൽ പോകണ്ട, പല ജോലികളും വളരെ ഇമ്പോർട്ടൻ്റാണ്. സമയബന്ധിതമായും കൃത്യസമയത്തിനുള്ളിൽ അർപ്പണബോധത്തോടെ സത്യസന്ധതയോടെ ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് യഥാർത്ഥത്തിൽ തൊഴിലാളി എന്ന് വിളിക്കപ്പെടാൻ യോഗ്യം. അതുപോലെ തന്നെ തൊഴിൽ ദാതാവ്, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന, തൊഴിലാളിക്ക് നീതിപൂർവം ലഭിക്കേണ്ട, ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും വേതനവും നൽകുന്ന, തൊഴിലാളിയുടെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ ശാരീരിക മാനസികമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അത് തൊഴിൽ ദാതാവിനെ കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല, അതും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. തൊഴിലാളിയും മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, തൊഴിൽ സ്ഥാപനമില്ലെങ്കിൽ, തൊഴിൽ ദാതാവില്ലെങ്കിൽ തൊഴിലാളിയില്ല. അപ്പോൾ ഒരു സ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ട് പോകണം. അങ്ങനെ ഒരു മനോഭാവം, ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ പ്രവർത്തനം, എൻ്റെ ഈ കഠിനാധ്വാനം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നത് വഴി ഈ സ്ഥാപനം വളരും, എനിക്കും രാജ്യത്തിനും ഈ സ്ഥാപനം ഒരു മുതൽക്കൂട്ടായിത്തീരും എന്നുള്ള മനോഭാവം തൊഴിലാളിക്കും ഉണ്ടാകും. അങ്ങനെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് വന്നാൽ മാത്രമേ ശരിക്കും ആ പദപ്രയോഗം നമുക്ക് ശരിയായ രീതിയിൽ തൊഴിലാളി എന്ന് അല്ലെങ്കിൽ തൊഴിൽ ദാതാവെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോഴത്തെ പുതിയ തൊഴിൽ സാഹചര്യത്തിൽ, പുതിയ തൊഴിൽ മേഖലകൾ പലപ്പോഴും പല യുവജനങ്ങളും പറയാറുണ്ട്, മൂല്യങ്ങളെ ഉപേക്ഷിച്ച് ജോലി ചെയ്യേണ്ടി വരുന്നു. കാരണം ജോലിയുടെ ഭാഗമായിട്ട് അങ്ങനെ പലപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്ന്. ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെ ചില തൊഴിൽ മേഖലകളിൽ മാർഗം ഏതായാലും ലക്ഷ്യം നന്നായാൽ മതി, ഔട്ട്പുട്ട്, അത് മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ട്രെൻഡിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം ഈ മാർഗം നല്ലതാകാതെ ലക്ഷ്യം കൈവരിച്ചാൽ സമൂഹത്തിൽ മൂല്യച്യുതി ഉണ്ടാവും. അപ്പോൾ സാമൂഹികമായി നമുക്ക് ഒരുപാട് നോംസും കാര്യങ്ങളും ഉണ്ട്. ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹം പറയുന്ന മാർഗങ്ങളുണ്ട്, ആ സമൂഹത്തിലെ നോംസ് അനുസരിച്ചായിരിക്കും ആ കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും മാർഗം നന്നായിരിക്കണം, മാർഗം മോശമാകാൻ പാടില്ല. മാർഗം മോശമാകുമ്പോൾ ലക്ഷ്യത്തിലെത്തുമെങ്കിലും അതിൻ്റെ അന്തസത്ത കെട്ടുപോകും. ആ ലക്ഷ്യത്തിന് എത്ര തന്നെ നമ്മളത് ചെയ്താലും അതിന് വിലയില്ലാതായി. അപ്പം മാർഗം നന്നാക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നല്ല മാർഗത്തിലൂടെ തന്നെ, അതൊത്തിരി കടുപ്പമേറിയതാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുവാൻ. വളരെ വീതിയുള്ള വാതിലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് കട്ടാകുമ്പോൾ നമുക്ക് അതിലൂടെ പോകാനാണ് എല്ലാവർക്കും താല്പര്യം. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിച്ചാൽ പിന്നെ അത് കുറച്ച് വിശാലമാകും. പക്ഷേ വളരെ വിശാലമായ വാതിലിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഇടുങ്ങിയതാകും. അപ്പോൾ എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ആ ഒരു മനോഭാവം ചെറുതിലേ വളർത്തിയെടുക്കാൻ നമ്മുടെ സമൂഹവും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു മനോഭാവത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരും. ആ രീതിയിൽ അവർ മാർഗം മാത്രമല്ല ലക്ഷ്യവും നന്നാക്കണം എന്നുള്ള ഒരു ബോധ്യത്തോടെ ജീവിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ മൂല്യച്യുതിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അസിസ്റ്റൻറ്റ് ലേബർ കമ്മീഷണർ എന്ന നിലയിൽ സാറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഈ ഒരു ട്രെൻഡിനെതിരെ? എന്നോട് വരുന്ന തൊഴിൽ ദാതാവായാലും തൊഴിലാളിയായാലും നിയമപരമല്ലാത്ത തെറ്റായ രീതിയിലുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നതെങ്കിൽ ഞാൻ അതിന് കൂട്ടുനിൽക്കുന്ന ആളല്ല. സത്യമായി ഞാൻ അവരോട് പറയും. മാത്രമല്ല ബോധവൽക്കരിക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്യും. എൻ്റെ അടുത്ത് വരുന്ന തൊഴിലാളികളോ തൊഴിൽ ദാതാവോ
ശരിയായ നിയമപരമല്ലാത്ത അല്ലെങ്കിൽ തെറ്റായ സമൂഹത്തിൽ നിന്ന് ചിന്തിക്കുന്നതിൽ വിഭിന്നമായ രീതിയിലുള്ള ചിന്തയായിട്ടോ അല്ലെങ്കിൽ പ്രവൃത്തിയായിട്ടോ ഈ കാര്യം നേടണം എന്നുള്ള രീതി അങ്ങനെ വരുന്നവർ വളരെ കുറവാണ്, വളരെ വിരളമാണ്. എങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ബോധവൽക്കരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സ്ഥാപനമില്ലെങ്കിൽ തൊഴിലാളിയില്ല ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആവശ്യമാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും, അതേസമയം തൊഴിൽദാതാവ് തൊഴിലാളികളോട് വളരെ മോശമായ പെരുമാറുക ഹരാസ് ചെയ്ത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. തൊഴിൽ നിയമങ്ങൾ അത് വളരെ ശക്തമായി തന്നെ കൈകാര്യം ചെയ്യും. അത് കാര്യം അവരോട് പറഞ്ഞ് അവരെ ബോധവൽക്കരിച്ച് ഇത് ചെയ്യും. ഞാനൊരു ബോധവൽക്കരണത്തിൻ്റെ ആളാണ്. കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ആൾക്കാരെ കൂടുതലായിട്ട് ബോധവൽക്കരണം നടത്തി അവർ സ്വയം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണെന്നല്ല. തൊഴിൽ നിയമങ്ങളായാലും ILOയുടെയൊക്കെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെയൊക്കെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണിത്. അതായത് തൊഴിൽ നിയമങ്ങളെല്ലാം സ്വയം എംപ്ലോയർ പാലിക്കണം, തൊഴിലാളിക്ക് പാലിക്കേണ്ടതുണ്ടെങ്കിൽ അവർക്കും പാലിക്കണം. അങ്ങനെ സ്വയം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇത് കുറച്ച് കുറഞ്ഞു കിട്ടും. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ റോഡിൽ ഇറങ്ങി വണ്ടി ഓടിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഇടപെടൽ കുറവാണ്. ഒരു മാർഗ്ഗനിർദ്ദേശം മാത്രം തന്നാൽ മതി എങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർ ഇടപെടും, അവർ പിടിക്കും, കേസെടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഇത് നല്ല രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രവർത്തിക്കാനും അവരെ മാർഗ്ഗനിർദ്ദേശം നൽകി മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റും. അങ്ങനെ ബോധവൽക്കരണത്തിലൂടെ ഇത് പറ്റുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ സുഹൃത്തുക്കളായ തൊഴിലാളികളും തൊഴിൽദാതാക്കളും ഒക്കെ പറയുന്നത്. സാർ വന്നാൽ ഉടനെ കുറേ കാര്യങ്ങളൊക്കെ പറയും. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം, തൊഴിൽ നിയമം ഇതാണ്, ഇതിങ്ങനെയാണ്, ഇത് ശരിയല്ല, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്നൊക്കെ പറയാറുണ്ട്. അത് ശരി, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. കാര്യം നമ്മളൊരു ബോധവൽക്കരണം ഇല്ലാതെ ഒരു തെറ്റായ ചിന്തയിൽ ആൾക്കാർ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു ഡാർക്ക്നെസ്സിൽ നിന്നുകൊണ്ട് കാര്യങ്ങളുടെ വ്യക്തത ഇല്ലാതെ ചെയ്യുമ്പോൾ തീർച്ചയായും മിസ്റ്റേക്കും പ്രശ്നങ്ങളും ഒക്കെ വരാം. മിഥ്യാധാരണകളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതിന് ഒരു ബോധവൽക്കരണം അത്യാവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. സാറിന് നമുക്ക് സാറിൻ്റെ ബാല്യകാലത്തിലേക്കൊന്ന് പോകാം. സാറ് പറഞ്ഞു ആത്മീയ ജീവിതത്തിൽ സാറിൻ്റെ അമ്മ ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന്. അമ്മയെ കൂടാതെ ബാല്യകാലത്തിൽ ആരൊക്കെയാണ് ആത്മീയ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പിതാവും, ഞാൻ ഡാഡിയും മമ്മി എന്നാണ് പിതാവിനെയും മാതാവിനെയും വിളിച്ചിരുന്നത്. അവർ രണ്ടുപേരും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും അതിനുശേഷവും എൻ്റെ ബന്ധുക്കളായിട്ടുള്ള പലരും കോളേജ് തലത്തിൽ എത്തിയതിന് ശേഷം വൈദികര്, സന്യസ്തര്, ഒത്തിരി പേര്, പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ പോലും, ചില ഉദ്യോഗസ്ഥന്മാർ പോലും എന്നെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ, പിന്നെ എൻ്റെ ഒരു മേൽ ഉദ്യോഗസ്ഥനായ മറ്റൊരു ഫുൾ കമ്മീഷണർ, ഇവരൊക്കെ ആത്മീയമായി ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് പല വിഷയങ്ങളും. അവരൊക്കെ ആത്മീയമായി വളരാൻ സഹായിച്ചിട്ടുണ്ട്. പ്രധാനമായും എൻ്റെ മമ്മിയായിരുന്നു. കാര്യം എൻ്റെ കുട്ടിക്കാലം മമ്മിയുടെ കൈകളിലായിരുന്നു. എപ്പോഴും എന്നെ പ്രചോദിപ്പിക്കുകയും പ്രാർത്ഥിക്കാൻ പറയുകയും കാറ്റഗിസം ക്ലാസ്സിലൊക്കെ കൃത്യമായി പോകണമെന്ന് നിർബന്ധിക്കുകയും അയക്കുകയും. എൻ്റെ പിതാവ് വിദേശത്തായിരുന്നു കുറേ കാലം, 10-25 വർഷക്കാലം. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ മാതാവും പിതാവും കൂടിയായിരുന്നു എൻ്റെ മമ്മി. എൻ്റെ ഒരു ഫ്രണ്ടുമായിരുന്നു. കാര്യം എൻ്റെ ജീവിതത്തിലെ ഓരോ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് തീർച്ചയായും കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അമ്മയോട് എൻ്റെ അനുഭവങ്ങളൊക്കെ പറയും. അപ്പോൾ എനിക്ക് മാർഗ്ഗനിർദ്ദേശം തരും. ഇത് ശരിയല്ല, അത്തരത്തിലുള്ള കൂട്ടുകെട്ട് ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംസാരം ശരിയല്ല എന്ന് പറഞ്ഞ് എനിക്ക് വളരെ മാർഗ്ഗനിർദ്ദേശം തരുന്ന ഒരാളായിരുന്നു. അത് എൻ്റെ സത്യം പറഞ്ഞ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഒരുപാട് എൻ്റെ മമ്മിയുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ട്. അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ സഹോദരങ്ങൾ, പിന്നെ എൻ്റെ സഹോദരങ്ങൾ ആക്ച്വലി ഞങ്ങൾ 6 പേരാണ്. എൻ്റെ മൂത്ത ആൾ ബ്രദറാണ്, തൊട്ട് മുകളിലുള്ള എൻ്റെ ബ്രദർ. അദ്ദേഹം ഒരു ചെറിയ കുട്ടിക്കാലത്ത് 2 വയസ്സ് ഉണ്ടായിരിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായതിനു ശേഷം ഒന്ന് വീണു, തലയടിച്ച് വീണു. അങ്ങനെ അതിനുശേഷം വിദ്യാഭ്യാസമൊന്നും അത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യമൊക്കെ ആയിരുന്നു. കുറച്ചാൾ സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചേട്ടൻ ഇപ്പോഴും ഉണ്ട്, വീട്ടിലുണ്ട്, കുടുംബ വീട്ടിലുണ്ട്. പിന്നെ അതിന് എൻ്റെ രണ്ടാമത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ റോള് ഏറ്റവും മൂത്ത ബ്രദറിൻ്റെ ഒരു റോളും കൂടി കുടുംബത്തിലുണ്ട്. എനിക്ക് ശേഷം എൻ്റെ സഹോദരി വിവാഹിതയാണ്, 2 കുട്ടികളുണ്ട്, ഭർത്താവ് വിദേശത്താണ്. അതിന് താഴെ മറ്റൊരു സഹോദരി, അവരും വിവാഹിതയാണ്, അവർക്ക് ഒരു മോനുണ്ട്, ഭർത്താവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, അവർ തമിഴ്നാട്ടിലാണ്. പിന്നെ അതിൻ്റെ താഴെ എൻ്റെ മറ്റൊരു ബ്രദർ, അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, കുറച്ച് കാലം വിദേശത്തായിരുന്നു, വന്നിട്ട് ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നു. അതിന് താഴെ ഒരു സിസ്റ്ററുണ്ട്,
ആ സിസ്റ്ററിന് അല്പം സ്വല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സിസ്റ്ററും വീട്ടിലുണ്ട്, കുടുംബത്തിലുണ്ട്. ഏതൊരു വ്യക്തിയുടെയും ആത്മീയ ജീവിതത്തിൽ ഇടവകയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. സാറിൻ്റെ ഇടവകയെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ മാതൃ ഇടവക തിരുവനന്തപുരത്ത് പേട്ട സെൻറ്റ് ആനീസ് ചേർച്ചാണ്. ഞാനിപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് കഴക്കൂട്ട് ഫാത്തിമാത ഇടവകയിലാണ്. അതാണ് ഇപ്പോൾ എൻ്റെ ഇടവക. എൻ്റെ മാതൃ ഇടവകയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് വളരെ നല്ല ഓർമ്മകളാണുള്ളത്. കാര്യം ആ മാതൃ ഇടവകയുടെ സ്കൂൾ, അതിനകത്ത് ആ കോമ്പൗണ്ടിനകത്താണ് എൻ്റെ സ്കൂള്. ആ സ്കൂൾ മുറ്റത്തും ആ പള്ളി പരിസരത്തും സെമിത്തേരിയിലുമൊക്കെ ആയിട്ടാണ് ഞാൻ ഓടിക്കളിച്ച് വളർന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വൈദികരെല്ലാവരുമായിട്ട് അവരുടെയൊക്കെ വളരെ പെറ്റായിരിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരെല്ലാവരും എനിക്ക് നല്ല ഉപദേശവും നല്ല സ്നേഹവും ഒത്തിരി സ്നേഹവും തന്നിട്ടുണ്ട്. ഞാൻ വിവാഹിതനായി ഇടവക മാറുന്നത് വരെ എൻ്റെ മാതൃ ഇടവക സ്വാഭാവികമായും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ഉണ്ടായിരുന്ന വൈദികർ. എൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ എനിക്ക് വൈദികരും സന്യസ്തരുമായി ഒത്തിരി ആത്മീയ ബന്ധമുണ്ട്. ഞാനൊരു പക്ഷേ എൻ്റെ ആത്മീയ ഗുരുവായി ഞാൻ കരുതുന്നത് ഫാദർ ജോർജ് പനക്കൽ, ഡിവൈൻ്റെ ഡയറക്ടറായിരുന്ന പനക്കൽ അച്ഛനെയാണ്. അതുപോലെ എനിക്ക് മറ്റൊത്തിരി വൈദികർ, ഇപ്പോൾ അവിടെ തന്നെ ഫാദർ തോമസ് ചിറയിൽ, അങ്ങനെ ഒത്തിരി വൈദികർ, ഒത്തിരി സന്യസ്തർ നല്ല ഉപദേശം തരാറുണ്ട്. അവരുമായിട്ടുള്ള സൗഹൃദം, അവർ ആത്മീയത കൂടുതൽ പകർന്നു തരാറുണ്ട്. ബൈബിൾ വചനങ്ങൾ പറഞ്ഞ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ വൈദികരും സന്യസ്തരുമായിട്ടുള്ള ഇടപഴകൽ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതും ഒരു ദൈവകൃപയായിരിക്കാം, ഇത്തരത്തിലുള്ള ആൾക്കാരുമായി ഇടപഴകാൻ വലിയൊരു അവസരം ലഭിച്ചു എന്നുള്ളത്. ഈ തിരക്കിനിടയിൽ എപ്പോഴാണ് ഇവരുമൊക്കെ ആയിട്ട് സംസാരിക്കാൻ? അത് എപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാര്യം ഈ വൈദികരും സന്യസ്തരും തന്നെ ചോദിക്കാറുണ്ട്. ഞാൻ സൗഹൃദത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരെങ്കിലുമായി സൗഹൃദം ഉണ്ടാക്കിയാൽ അത് ഞാൻ മറക്കാറില്ല. അവരുടെ നമ്പർ ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. അവരുമായി നിരന്തരം സമ്പർക്കം പുലർത്താൻ ശ്രമിക്കും. മറ്റൊന്നുമല്ല, കർത്താവ് എല്ലാവർക്കും കൊടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്കുള്ള സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കുക, പകർന്നു കൊടുക്കുക. അത് ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എപ്പോഴും എല്ലാവരെയും പറ്റാവുന്നത്, എനിക്കിപ്പോൾ ഈ ജോലിയിൽ ഒത്തിരി തിരക്കുണ്ട്, എങ്കിൽ പോലും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവരെയൊക്കെ വിളിക്കുക, അവരോട് എന്തെങ്കിലും ആശയങ്ങളുണ്ടെങ്കിൽ പങ്കുവയ്ക്കുക, അവരുമായി അവരുടെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ കേൾക്കുക, അത് ഉൾക്കൊള്ളുക, അത് ചെയ്യാറുണ്ട്. അത് തമ്പുരാൻ്റെ ഒരു കൃപയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്രയും നേരവും തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഡോക്ടർ യുജിൻ ഗോമസിന് നന്ദി. സാറിൻ്റെ കൂടുതൽ കുടുംബവിശേഷങ്ങളുമായി അടുത്തയാഴ്ച കാണാം. അതുവരെ നന്ദി, നമസ്കാരം.